ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് ട്രിപ്പ് പോകണം. ഒരു 3 ദിവസത്തെ ട്രിപ്പാണ്. ട്രിപ്പിൻ്റെ ഫസ്റ്റ് ഡേ ആണ് ഈ കാണിക്കുന്നത്. നമ്മളിവിടുന്ന് കാറിനായിരുന്നു പോയിരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഒരു 10 മണിക്കൂർ റണ്ണിങ് ഇവിടുന്നുണ്ട്. അപ്പോൾ ആ റണ്ണിങ്ങിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഞങ്ങൾ സ്റ്റാർട്ടാക്കിയിട്ടുള്ള വണ്ടി. ഗായ്സ്, ഇതിൽ ഞാൻ ഫുൾ ഓൾമോസ്റ്റ് എടുത്തിരിക്കുന്നത് നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്ന കുറേ. ഇത് തിരൂർ ചമ്രവട്ടമുള്ള ഒരു കടയാണ്. ഓൾമോസ്റ്റ് നല്ല ഒരു ഫീലായിരുന്നു ഇവിടുന്ന് ഫുഡ് കഴിക്കാനൊക്കെ. എപ്പോഴും കഴിക്കണം, അവിടെ പോയിട്ടൊന്ന് കഴിക്കണം കേട്ടോ. നല്ല ഫുഡായിരുന്നു അവിടെ. പിന്നെ നമ്മുടെ വഴിയോരത്തെ ഓരോ കാഴ്ചകൾ സെറ്റ് നമുക്ക് നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ മഴയുള്ളതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പുറത്തേക്ക് ക്യാമറ വെച്ച് എടുക്കാൻ പറ്റുള്ളൊരു ഇതല്ലായിരുന്നു, അന്തരീക്ഷമല്ലായിരുന്നു. എന്നാലും ഞാൻ എന്നെക്കൂടെ പറ്റുന്ന രീതിയിലല്ല ഞാനിത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടുന്ന് നമ്മൾ ട്രെയിനിൽ പോകുന്ന പോലെ അല്ലല്ലോ, വണ്ടിക്ക് പോകുമ്പോൾ അതിൻ്റേതായ കുറേ ലിമിറ്റേഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ നമുക്ക് നിർത്തി പോകാനുള്ള സമയമില്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. അതുകൊണ്ടായിരുന്നു അത് ഇങ്ങനെ ഓടിച്ചിട്ട് വീഡിയോസ് എടുത്തത്. എല്ലാം ഇവിടുന്ന് പോകുമ്പോൾ കാണുന്ന ഓരോരോ സ്ഥലങ്ങളാണ്. ഇതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ട്രെയിനടുത്ത് പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പോകുന്ന ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കുമല്ലോ. ചിലർ ഇവിടുന്ന് ട്രെയിനിന് പോകുന്ന ആൾക്കാരുണ്ട്, ചില ആളുകൾ ഇവിടുന്ന് വണ്ടിക്ക് പോകുന്ന ആളുകളുണ്ട് സ്വന്തമായിട്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് പോകാം. പക്ഷെ പോകുമ്പോൾ അത് നമ്മുടെ ഓരോ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഓരോ രീതിയിൽ യാത്രയിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളല്ല തരുന്നത്. അതുപോലെ ഇത് പക്ഷെ ഇവിടെ അങ്ങോട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം തൃശ്ശൂർ ഇപ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ എല്ലാം പെട്ടെന്ന് നല്ല ചേഞ്ച് ആയിരുന്നു. പിന്നെ ഹൈവേയുടെ കാര്യം പറയണ്ട. കാരണം കുറേ സ്ഥലത്ത് ഹൈവേ പണി നടക്കുന്നതേ ഉള്ളൂ, ചില സ്ഥലത്ത് നടന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം നമുക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം റോഡുകൾ വളരെ മോശമായ റോഡുകളുണ്ട്, നല്ല റോഡുകളുണ്ട്. അപ്പോൾ പോകുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ പോകുമ്പോൾ. കാരണം റോഡുകൾ എവിടേക്കാണ് പണി കഴിഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയില്ലല്ലോ. പ്രത്യേകിച്ച് രാത്രിയുള്ള യാത്രകൾ ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവും. കാരണം രാത്രി ഞങ്ങൾക്ക് പോകുമ്പം തന്നെ ഒരുവിധം സ്ഥലത്തെല്ലാം നല്ല ഒത്തിരി പണിയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. കാരണം അതുകൊണ്ടാണ് പറഞ്ഞത്, അപ്പോൾ പോകുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, പണി കിട്ടിയ കാര്യം കണ്ടില്ലേ. വെള്ളം നിറഞ്ഞ ആകെ പാലത്തിൻ്റെ താഴെ, അതായത് നമ്മുടെ ഹൈവേയുടെ താഴെയാണ് കിടക്കുന്നത്. പോക്കറ്റ് റോഡ്, ഹൈവേയുടെ പണി അവിടെ നടക്കുന്നേ ഉള്ളൂ. ഇത്രയും വെള്ളത്തിലൂടെ നീന്തിയിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മഴക്കാലത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ യാത്രയിൽ വളരെയധികം അനുഭവപ്പെട്ടിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് നിങ്ങൾ നോക്കുക, പോകുമ്പോൾ വഴികൾ ഏറ്റവും നല്ല റൂട്ട് മാപ്പ് നോക്കിയിട്ട് ഏറ്റവും നല്ല വഴി ഏതാണോ അത് നോക്കി സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചുകൂടി നന്നാവുക. ഓൾമോസ്റ്റ് രാത്രിയായിരുന്നു ഞങ്ങളവിടെ എത്തുമ്പോൾ തന്നെ. പിന്നെ അന്ന് രാത്രി അവിടെ ഒരു സ്റ്റേ അടിച്ചു. സ്റ്റേക്ക് ശേഷം ഞങ്ങളിതാ ലുലു മാളൊക്കെ ഒന്ന് കാണുന്ന ആഗ്രഹം, ലുലു മാൾ കാണണം. പിന്നെ അങ്ങനെ ഒത്തിരി സ്ഥലങ്ങൾ കാണണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു അവിടെ പോയിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് കാണാം. പക്ഷെ നല്ലൊരു വൈബായിരുന്നു. കാരണം നല്ല മഴയത്ത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യാന്ന് പറയുമ്പോൾ ഒരു രസമല്ലേ. നൈറ്റിലുള്ള നമ്മുടെ ഹൈവേയുടെ കാഴ്ചകൾ കാണുന്നത് നല്ല ഭംഗിയായിരുന്നു കാണാൻ എന്തായാലും. പിന്നെ അവിടെ പോയി ട്രിവാൻഡ്രം ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സദ്യ തന്നെ ട്രിവാൻഡ്രം സദ്യ. ഒരുപാട് കാലത്തൊരു ആഗ്രഹമായിരുന്നു ട്രിവാൻഡ്രം സദ്യ കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ട്രിവാൻഡ്രം ഇത്രയും കറികൾ കൂട്ടിയുള്ളൊരു സദ്യ. പിന്നെ അവസാനം പായസം, ബോളി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വന്നിരുന്നു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് നമ്മുടെ വടക്കോട്ടുള്ള സദ്യതിനേക്കാളും തെക്കോട്ടുള്ള സദ്യ ഒരു ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. ആ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് ഇത് കഴിക്കണം എന്ന് തോന്നിയത്, പോയി കഴിച്ചത്. കൊള്ളായിരുന്നു. പായസവും ബോളിയൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റായിരുന്നു കഴിക്കാൻ. എന്തായാലും ഞാൻ ആ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ലുലു മാളിലോട്ട് പോയത്. ലുലു നമ്മുടെ ഇവിടെ കോഴിക്കോട് ലുലു ഉണ്ട്, അങ്ങനെ കൊച്ചിയിലുണ്ട്, എറണാകുളത്തെ ലുലു ഉണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ് ട്രിവാൻഡ്രത്തെ ലുലു എന്ന് പറഞ്ഞാൽ. ഒത്തിരി വലിയ, നമുക്ക് ഓൾമോസ്റ്റ് ഒരു 3 മണിക്കൂറെങ്ങാനും മാക്സിമം, അല്ല മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വേണം ഇത് കണ്ട് തീർത്ത് കംപ്ലീറ്റ് നമ്മൾ ഓരോന്നായിട്ട് കണ്ട് തീർത്ത് വരണമെങ്കിൽ. അതുകൊണ്ട് തന്നെ
നിങ്ങൾ പോകുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് ലുലുവിലൊക്കെ പോവാം. കാരണം യാത്രകൾ ഇഷ്ടപ്പെടാത്ത ആരും ഇല്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അത് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഇവിടുത്തെ മാളുകളിൽ കയറുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലത്തുള്ള ഓരോ ലുലുവിൽ കയറുമ്പോഴും അവിടെയുള്ള ഡിഫറൻസ് മനസ്സിലാവണമെങ്കിൽ അവിടെ പോകണം. പിന്നെ ഹൈപ്പറിലൊക്കെ നല്ല ഓഫർ സെയിലുകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ. നമുക്കൊരു ഹാപ്പിനെസ് മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ ലുലുവിലെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഞങ്ങൾ അടുത്ത ദിവസം പുതിയൊരു സ്ഥലവുമായി വിശേഷങ്ങളുമായിട്ട് ഇതിൻ്റെ സെക്കൻഡ് 2 ഡേ രണ്ടാമത്തെ ദിവസത്തെ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് പങ്കുവെക്കാനായിട്ട് ഞാൻ വരും. അപ്പോൾ പിന്നെ ഓക്കെ, ബൈ, ടാറ്റാ, ബൈ ബൈ. പക്ഷെ ഒരു കാര്യം മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.